ഹായ് നമസ്കാരം. ചില ഹോട്ടലുകളിലൊക്കെ ചില പുതിയ പുതിയ സപ്ലയർമാർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാര്യം നോക്കാനായിട്ട് ചില പെണ്ണുങ്ങളെ നിർത്തും, ലേഡികളെ. മനസ്സിലായില്ല? അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്ലയർ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് അവരുടെ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ അവനെ വേഗം വിടണം. കാരണം ഇത് മുതലാളിമാർ അവിടെ ഇരുന്ന് ക്യാമറയിൽ കൂടി കാണുകയാണ് ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്നോ അതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്നുള്ള അവർ ക്യാമറയ്ക്കൂടെ മനസ്സിലാക്കുന്നില്ല, എന്താണെന്നുള്ളത് ചോദിക്കുന്നില്ല. ഈ അടുത്ത് പറവൂർ, നോർത്ത് പറവൂർ അവരുടെ ഓഫീസ് അല്ല ഹോട്ടൽ ഒന്ന് എറണാകുളത്ത് കാക്കനാടുണ്ട്. അൽസലാമ ഹോസ്പിറ്റലല്ല ഹോട്ടൽ. ഈ അൽസലാം എന്ന് പറയുമ്പം വേഗം ഈ ഹോസ്പിറ്റലിൻ്റെ പേരെ ഓർമ്മ വരുന്നത്. കാരണം എൻ്റെ നാട്ടിലൊരു അൽസലാമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേഗം ഈ അൽസലാമ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു പോയതിൻ്റെ കാര്യം. അപ്പം അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സപ്ലയർമാരെ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഒരുത്തി അവിടെ നിൽക്കുന്നുണ്ട്, ഒരു കറുത്ത് തടിച്ചിട്ട് ഒരുത്തിയുണ്ട്. അപ്പം ഇവക്ക് ഈ സപ്ലയറെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതല്ല, എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഇവൾ പറയും നിങ്ങൾ എത്ര കാലമായി ഹോട്ടലിൽ സപ്ലയർ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇവൻ പറയും 1 വർഷം 2 വർഷം. എന്നാലേ അപ്പം നേരിട്ട് നമ്മളോടൊന്നും പറയത്തില്ല, സപ്ലയറോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ അവിടെ നിൽക്കുന്ന സ്റ്റോർ കീപ്പറായിട്ട് അയാളുമായിട്ട് തീരുമാനിച്ച് മുതലാളിയായിട്ട് സംസാരിച്ചിട്ട് ആ സപ്ലയറെ പിറ്റേ ദിവസം ഒറ്റ ദിവസം അവിടെ നിർത്തിയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ നാട് കടത്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടു. അവനെ കൊള്ളത്തില്ല, അവനൊരു പണി അറിയത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവളുടെ കേടെന്താണെന്ന് വെച്ചാൽ ഇവളുടെ കടി മാറ്റാൻ പറ്റുന്ന സൂക്കേട് ഇവിടെ ഇങ്ങനെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഈ സപ്ലയർമാർ കാണും. എന്നാലും ഇവക്കൊരു മനസ്സിനൊരു താല്പര്യമുണ്ട്, അവരെ നിർത്തുള്ളൂ. അങ്ങനെയാണ് ആ സപ്ലയർക്ക് തോന്നിയത്. അയാൾക്ക് തോന്നിയ കാര്യം അയാൾ പറഞ്ഞു, നേരിട്ട് പറഞ്ഞിട്ടില്ല. അയാളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഇവളെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവളുടെ ഭർത്താവ് എപ്പോഴും കയറി അവരുടെ കസ്റ്റമറുടെ പോലെ അവിടെ ഇരിക്കും, എന്നിട്ട് എന്തെങ്കിലും ഒരു ചായ കുടിക്കും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കസ്റ്റമർ ഈ സപ്ലയർ കരുതും ഇത് ചായ കുടിക്കാൻ വന്ന ഗസ്റ്റാണെന്നോ അല്ലെ കസ്റ്റമറാണെന്നുള്ളത് കരുതും. അപ്പോഴാണ് പിന്നെ അവിടെ നിൽക്കുന്ന മറ്റുള്ള സപ്ലയർമാരോടോ അല്ലെ സ്റ്റാഫുകളോട് ചോദിക്കുമ്പോൾ അതാ ചേച്ചിയില്ലേ നമ്മുടെ ഇവിടുത്തെ ലേഡി, അവരുടെ ഭർത്താവാണ്. എന്തായാലും ചേച്ചി കൊള്ളാം, ചേച്ചിനെ സൂചിപ്പിക്കുന്നവരെയൊക്കെ ചേച്ചിക്ക് ഇഷ്ടമാണ്. എന്തായാലും ആ സപ്ലയറെ അവിടുന്ന് നാട് കടത്തി. എന്നാൽ ആ സപ്ലയർ എറണാകുളത്ത് ഒരു മാടവന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഹോട്ടലിൽ, വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇപ്പോൾ ജോലി നോക്കുന്നുണ്ട്. ഇന്നലെ അയാൾക്ക് റെസ്റ്റ് കൊടുത്തു. ഇന്ന് അയാൾ ജോലി കയറി. അപ്പോൾ രാവിലെ നല്ല തിരക്കാണ്, തിരക്ക് പിടിച്ച് ഓടി നടന്ന് പണിയെടുക്കണം, ജോലി ചെയ്യണം. അപ്പോൾ 1 2 3 സപ്ലയർമാരെ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മുതലാളി നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ കൗണ്ടറിൽ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്, അവർ നിരീക്ഷിക്കുന്നുണ്ട്. മുതലാളി എന്ന് പറഞ്ഞൊരു രാവിലെ വന്ന് അച്ഛൻ രാവിലെ വന്ന്, മകൻ വൈകുന്നേരം ഉച്ചയ്ക്ക് 10 മണിക്ക് വന്നു. രാവിലെ 10 മണിക്ക് ഒരു 9 8 മണി 9 ആയിട്ട് അപ്പം മകനും വന്നു. അപ്പോൾ അവരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം മുതലാളിക്ക് പ്രശ്നമില്ല, പക്ഷെ അവിടെ ഇരിക്കുന്ന അവർക്ക് ഒരു ലേശം കഴപ്പാണ്. മനസ്സിലായില്ലേ? അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ഹോട്ടലാണെന്നുള്ള ഒരു രീതിയും ഒരു ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പെണ്ണുങ്ങളുണ്ട്. അവർക്ക് ഇനി മുഴുത്ത കുണ്ണ കയറാത്തതിൻ്റെ അസുഖമാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ പച്ച മലയാളത്തിൽ പറയാം. ഇനി ഇതിൽ ലേശം വൃത്തികളുണ്ടെങ്കിലും നിങ്ങൾ ജനങ്ങൾ സഹിക്കുക, കാണുമ്പോൾ സഹിക്കുക. അവൾക്ക് ഭയങ്കര ഒരു ഇതാണ് അവളുടെ ഹോട്ടൽ പോലുള്ള ഒരു രീതി നോട്ടമൊക്കെയാണ്. ഇതൊക്കെ സൂചിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ അവൾക്ക് ഭർത്താവില്ലെന്നുള്ള അറിയത്തില്ല. കാരണം എന്തായാലും സപ്ലയർ മാന്യമായിട്ട് ജോലിക്ക് വരുന്ന സപ്ലയർമാരാണ്. അവരൊന്നും ഈ പരിപാടിക്ക് പോകത്തുമില്ല, സൂചിപ്പിക്കാനായിട്ട് നിൽക്കത്തുമില്ല. അവർക്ക് എങ്ങനെയായിട്ട് അവരുടെ ജീവിതം ജോലി എന്നെന്നും കാലക്കാലം ഒരു ജോലി, സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പ്രതീക്ഷിച്ചിട്ടാണ് അധികം സപ്ലയർമാർ വരുന്നത്. പിന്നെ ചില വേറെ ഹോട്ടലുകളുണ്ട് ചില ആളുകൾ. അവിടുത്തെ ഓണർമാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയറെ വിളിക്കും, ഫോണിൽ കൂടി കാണുമ്പം അല്ല ഈ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ സപ്ലയർ വിളിക്കും. നിങ്ങൾ നേരിട്ട് വരാൻ പറയും. കമ്പ്യൂട്ടർ അറിയോ? അല്ല കമ്പ്യൂട്ടർ വലിയ പരിചയമൊന്നുമില്ല. എന്നാൽ ഇവിടെ വന്ന് പഠിപ്പിക്കാം. അങ്ങനെ ഈ ചാലക്കുടിയിലൊരു ഹോട്ടലുണ്ട്, ഒരു പാരഡൈസ്. എറണാകുളത്തുള്ള പാരഡൈസില്ല, ഇത് പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഹിന്ദുക്കളുടെ ഹോട്ടലാണെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ ഈ സപ്ലയർ പോയി. അവിടെ ചെന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ചെന്നു, വൈകുന്നേരം വരെ നിന്നു. നിങ്ങൾക്ക് ഇവിടെ ശരിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ
എന്നായിട്ട് കമ്പ്യൂട്ടറൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ശരി എന്നാൽ അപ്പം അയാൾ എതിരൊന്നും പറഞ്ഞില്ല. എന്നാൽ ശരി അവർ എന്നാൽ നിങ്ങൾ വേഗം വിട്ടോ. അയാൾക്ക് അതുവരെ നിന്നതിന് ഒന്നും കൊടുത്തൊന്നുമില്ല. കാരണം അതിന് ചോദിക്കാൻ അയാൾ കാര്യമായിട്ട് അന്ന് ജോലിയൊന്നും ചെയ്തില്ല. അടുത്ത ബസ്സിന് കയറ്റി അയാൾ എന്നിട്ട് അതിന് മുമ്പ് അയാൾ ഒരു പണി ചെയ്തു. തൊട്ടടുത്തുള്ള വേറൊരു ഹോട്ടലിൽ ചെന്നു വിളിച്ചു. അയാൾക്ക് പരിചയമുള്ള ഹോട്ടലിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു സപ്ലയറുണ്ട്, പക്ഷേ അയാൾ നമ്മുടെ ഇവിടെ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ എന്താണെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അറിയാൻ, അവിടെ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ചാലക്കുടിയിലുള്ള ഈ പാരഡൈസ് ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെയുള്ള സപ്ലയർമാർ അവരാണ് വലിയ ആളുകൾ. ഞങ്ങളെ കഴിഞ്ഞ ആരുമില്ല, ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, വേണമെങ്കിൽ പഠിച്ചോ, നോക്കി പഠിച്ചോ എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോഴാണ് സപ്ലയർ പറഞ്ഞത്, കാരണം അങ്ങനെ നോക്കി പഠിച്ചുകൊണ്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത് പഠിക്കണം. ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ തന്നെ ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അപ്പം മുതലാളി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് വൈകുന്നേരത്തെ അയാൾ പറഞ്ഞത്, നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അടുത്ത ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഹോട്ടലിൽ കണ്ടപ്പം സപ്ലയർക്ക് നിൽക്കേണ്ടെന്ന് തോന്നി. ഹോട്ടലിൻ്റെ ഉള്ളിലൊക്കെ കണ്ടപ്പോൾ അത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹോട്ടലാണ്. അതായത് ഞാൻ പറഞ്ഞ വളരെ വൃത്തിഹീനമായൊരു ഹോട്ടലാണ്. മുതലാളി പോയിട്ട് മറ്റേ കിച്ചൻ്റെ അവിടെ പോയിട്ട് പാത്രം കഴുകുകയോ തുടയ്ക്കുകയോ ഒക്കെ അങ്ങനെയാണ്. മുതലാളി ഒരു ഭാര്യ വന്നു, അയാളുടെ ആധാർ കാർഡ് വാങ്ങി വെക്ക്. അപ്പോൾ സപ്ലയർ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. അങ്ങനെ അടുത്ത ബസ്സിന് അയാൾ കയറി. അടുത്ത ബസ്സിന് കയറിയിട്ട് അങ്ങനെ ചാലക്കുടിയിൽ അയാൾ കടന്നു. പിറ്റേ ദിവസം അവിടുന്ന് നേരെ ഒരു ചേർത്തലുള്ള ഒരു മറ്റേ പ്രീതിയല്ല കീർത്തി പിന്നെ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അതിൻ്റെ മുതലാളി ഹിന്ദുവാണ്, അശോകൻ എന്നാണ് അയാളുടെ പേര്. അവിടെ 4 ദിവസം തികച്ചുന്നില്ല, 3 ദിവസം പോയി. 4-ാം ദിവസം രാവിലെ ബാഗ് എടുത്ത് അയാൾ പോന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറും അടിപിടിയും കച്ചറയും നടക്കുന്ന സ്ഥലമാണ്, വെറും കടപ്പുറം ഏരിയയാണ്. പറഞ്ഞാൽ അങ്ങോട്ടും മനസ്സിലാകത്തില്ല. ഒരു ടേബിളിൽ 3 കസ്റ്റമർ വന്നപ്പോൾ അയാൾ സപ്ലൈ ചെയ്ത വഴിക്ക് ഇയാളോട് 2 ക്യാഷ് നെറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ക്യാഷ് നെറ്റ് കോംപ്ലിമെൻ്ററി അല്ലേ ചോദിച്ചു. സപ്ലയർക്ക് അത്ര ഓടിയില്ല. കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ സപ്ലയർക്ക് മനസ്സിലായില്ല. പിന്നെയാണ് അത് മനസ്സിലാകുന്നത് ക്യാഷ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് കൊടുത്തതെന്ന്. അപ്പോൾ അപ്പം തന്നെ പറഞ്ഞു, ഇത് ഞങ്ങൾ കോംപ്ലിമെൻ്ററി ആണ്, അതായത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം. അപ്പോൾ കസ്റ്റമർ ഈ സപ്ലയർ പറഞ്ഞു അത് നടക്കത്തില്ല. കാരണം ഇതൊക്കെ ഇവിടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് മിനറൽ വാട്ടർ മുതൽ എല്ലാത്തിനും സാധനമുണ്ട്, പൈസയുണ്ട്. ലാസ്റ്റ് ഇവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ വേണ്ട ഒച്ചപ്പാടുണ്ടായി, വേണ്ട ബഹളം. അവിടെ ബിൽ കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് കൗണ്ടറിൽ ബില്ല് അടിക്കുന്ന കൗണ്ടറിൽ പോയിട്ട് ലാസ്റ്റ് ബില്ലിലത്തെ ആൾ എന്നെ വിളിച്ച് ചോദിച്ചു, കസ്റ്റമറെ വിളിച്ച് ഈ സപ്ലയറെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ സാധനത്തിനും ബില്ല് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സാധനം ഫ്രീ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇവർ എന്നിട്ട് നേരെ കസ്റ്റമർ ഈ സപ്ലയറെ നേരെ കാണാൻ തല്ലാൻ ചെല്ലുന്നു, കൈ ഉരുട്ടി ചെല്ലുന്നു. മിണ്ടരുത്, നീ ഞങ്ങളോട് അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ തന്നെ കസ്റ്റമർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ് നെറ്റ് വരെ പൈസ ഉണ്ട്, ജഗ്ഗിലെ പച്ചവെള്ളത്തിന് മാത്രമേ പൈസ ഇല്ലാത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ടീം. ഉടനെ പിറ്റേ ദിവസം അയാൾ ബാഗ് എടുത്ത് പോന്നു. അപ്പോൾ മുതലാളിക്ക് വിളിച്ചു പറഞ്ഞു, 3 ദിവസത്തും പൈസ ഒന്നും തരാൻ പറ്റില്ല, 15 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് നിന്നാലേ സാലറി തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട, ആധാർ കാർഡ് അവിടെ ഇരിക്കുക. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെൻ്റെ കയ്യിലാണ്, ഞാൻ അവിടെ വരുമ്പോൾ തരാം. അപ്പോൾ ആധാർ കാർഡ് വേണ്ട, അത് ഒഴിവാക്കി പോന്നു. ആധാർ കാർഡ് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. അപ്പം ആധാറിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100-300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആധാർ കാർഡ് ഉണ്ടാക്കാം. അങ്ങനെ പോന്നിട്ട് അങ്ങനെ വന്നിട്ട് കയറിയാണ് ഈ ഹോട്ടലിൽ. അപ്പോൾ അങ്ങനെയാണ് ചില ഹോട്ടലുകളിലൊക്കെ. അപ്പോൾ ഈ 3 ദിവസം അയാൾ ഡ്യൂട്ടി എടുത്തതിൻ്റെ പൈസ മുതലാളി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് ട്രൗസർ വാങ്ങാനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനോ ഒക്കെ തികട്ടെ എന്ന് കരുതുന്നു. മനസ്സിലായോ? അല്ല അവിടെ ഷഡ്ഡി കയറിപ്പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ ചില മുതലാളിമാരുണ്ട്. പക്ഷേ ഈ പൈസ കൊണ്ടൊന്നും അവൻ പിന്നെ ഗതി പിടിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇതല്ലെങ്കിൽ വേറെ വഴിക്കും പോകും ആ പൈസ. മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചില ഹോട്ടലുകളുണ്ട്, ചില പെണ്ണുങ്ങളെ സൂചിപ്പിക്കണം. അപ്പോൾ ഇവരുടെ കേട് വേറെയാണ്. പക്ഷേ അത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവർക്കത് ഒരു ദേഷ്യക്കുറവാണ്. പിന്നെ കാണുന്നതും പിടിക്കുന്നത് എല്ലാം പിന്നെ സപ്ലയർക്ക് കംപ്ലൈൻറ്റ്. ഞാൻ പറയട്ടെ, ജനിക്കുമ്പോൾ തന്നെ ഇതൊന്നും സപ്ലയർ പണിയോ അതല്ലെങ്കിൽ ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് വരുന്നതല്ല. ഇതൊക്കെ ഇവിടെ പുറത്ത് വന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടും ട്രെയിനിങ് ചെയ്തിട്ടൊക്കെ പഠിക്കുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായാണ് അയാൾ, ഈ സപ്ലയർ.
10ാം ക്ലാസ് പാസ്സായി പല ജോലികളും നോക്കി. അപ്പോൾ ജോലിക്ക് അയാൾക്ക് വയസ്സ് കൂടുതൽ, അയാൾക്ക് 45 വയസ്സ്, 46 വയസ്സായി, 35 വയസ്സായി, 25 വയസ്സ്, 20 മുതൽ 35 വരെ അല്ലെ 30 വരെയൊക്കെ നോക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോ ജോലികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ മേഖലകളിലും പല ഡിമാൻഡുകളാണ്, വയസ്സ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജനങ്ങൾക്കൊക്കെ ഒന്ന് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശരി, എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.